സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക്. നമുക്ക് നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മുൻ എംഎൽഎക്ക് ശബരിനാഥിനെ ഇറക്കിയ പ്രസ്റ്റീജ് പോരാട്ടത്തിന് കോൺഗ്രസ്. ശബരിനാഥൻ കവടിയാർ വാർഡിൽ മത്സരിക്കും. പ്രചാരണത്തിന് തുടക്കം കുറിച്ച 101 വാർഡുകളിലൂടെയും കെ മുരളീധരന്റെ പദയാത്രയ്ക്ക് അടുത്ത ദിവസം തുടക്കം. പ്രവർത്തനങ്ങളും പ്രചാരണവും ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ. PM ശ്രീ വിവാദങ്ങൾക്ക് ശേഷമുള്ള LDFന്റെ ആദ്യ യോഗം ഇന്ന്. CPI അനുനയിപ്പിക്കാൻ സ്വീകരിച്ച ഒത്തുതീർപ്പ് നടപടികൾ ചർച്ച ചെയ്യും. ചർച്ചയില്ലാതെ എന്തുകൊണ്ട് ഒപ്പിട്ടെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും. CPM നേതൃയോഗങ്ങളും ഇന്ന്. സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേരും. PM ശ്രീയിൽ ചർച്ചയില്ലാതെ ഒപ്പിട്ടതിൽ സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും. 5-ാം തീയതിക്കകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ തീരുമാനം. ബീഹാറിലെ ആദ്യഘട്ട പ്രചാരണം അവസാനിക്കാൻ 2 നാൾ കൂടി. പട്നയിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. രാഹുൽ ഗാന്ധി നാളെ വീണ്ടും ബീഹാറിലെത്തും. ജൻസ്വരാജ് പാർട്ടി പ്രവർത്തകന്റെ മരണത്തിൽ JDU സ്ഥാനാർത്ഥി ആനന്ദ് സിംഗ് അറസ്റ്റിൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തമിഴ്നാട്ടിൽ സർവകക്ഷി യോഗം ഇന്ന്. DMK വിളിച്ച യോഗത്തിലേക്ക് ക്ഷണമുണ്ടെങ്കിലും വിജയുടെ TVK പങ്കെടുക്കില്ല. PMK അടക്കമുള്ള കക്ഷികളും യോഗം ബഹിഷ്കരിക്കും. ശബരിമല സ്വർണ്ണമോഷണത്തിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം. മുൻ സെക്രട്ടറി ജയശ്രീയെയും മുൻ തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജുവിനെയും രാധാകൃഷ്ണനെയും ഉടൻ ചോദ്യം ചെയ്യും. പങ്ക് തെളിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിനെ ചോദ്യം ചെയ്യാനും നീക്കം. വിവാദങ്ങൾക്കിടെ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് GCDA ഇന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയേക്കും. നടപടി നവീകരണം കരാറില്ലാതെ എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അഴിമതി ആരോപിച്ച പോലീസിൽ പരാതി നൽകി കോൺഗ്രസ്. കുട്ടനാട്ടിലെ നെല്ല് സംഭരണം പാളാൻ കാരണം പൊതുമേഖലയിൽ റൈസ് മില്ലുകളോ സംഭരണശാലകളോ ഇല്ലാത്തത്. 26 വർഷം മുൻപ് തകഴിയിൽ തുറന്ന മില്ലിന് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച ന്യൂസ് 18. കർഷകരുടെ ദുരിത കാരണം തേടിയുള്ള ന്യൂസ് 18 പരമ്പര തുടരുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്കുള്ള തന്ത്രപ്രധാന വാർത്താവിനിമയ ഉപഗ്രഹം CMS-03യുടെ വിക്ഷേപണം ഇന്ന്. LVM-3 M5 റോക്കറ്റിൽ ഉപഗ്രഹ വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ വൈകിട്ട് 5:26-ന്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതായതിനാൽ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ച ISRO ചിത്രങ്ങളോ വിശദാംശങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. ബന്ദികളുടേതെന്ന പേരിൽ ഹമാസ് കൈമാറിയ മൃതദേഹങ്ങൾ വീണ്ടും മാറി. ബന്ദികളുടേതല്ലെന്ന് സ്ഥിരീകരിച്ചത് വെള്ളിയാഴ്ച റെഡ് ക്രോസ് വഴി ഇസ്രായേലിലെത്തിയ മൃതദേഹങ്ങൾ. തുടർച്ചയായ 5-ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ. വ്യോമാക്രമണത്തിൽ ഖാൻ യൂനിസിൽ 5 മരണം. വനിതാ ഏകദിന ലോകകപ്പ് ഫൈനൽ ഇന്ന്. കന്നി കിരീടത്തിനായി ഇന്ത്യ. ദക്ഷിണാഫ്രിക്ക എതിരാളികൾ. മത്സരം 3 മണിക്ക് നവി മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ. വിശദമായി നോക്കാം. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി വെറും 2 ദിവസം മാത്രം. പട്നയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കും. രാഹുൽ ഗാന്ധി നാളെ വീണ്ടും സംസ്ഥാനത്തെത്തും. അതിനിടെ മൊഗാമയിൽ ജൻസ്വരാജ് പാർട്ടി പ്രവർത്തകന്റെ മരണത്തിൽ JDU സ്ഥാനാർത്ഥി ആനന്ദ് സിംഗിനെ അറസ്റ്റ് ചെയ്തു. രാകേഷ് നൽകും വിവരങ്ങൾ. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇനി ചിത്രം തെളിയാൻ 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഏറ്റവും പ്രധാനമായി പ്രധാനമന്ത്രി അടക്കം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പ്രചാരണം കൊഴുക്കുന്നു അവസാന ദിവസങ്ങളിൽ, അല്ലേ? അതെ ഭവ്യ, പ്രചാരണം ശക്തമാകുകയാണ്. കാരണം 2 ദിവസം മാത്രമാണ് ഇനി പരസ്യ പ്രചാരണത്തിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടെടുപ്പിക്കുക, അതുതന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 121 മണ്ഡലങ്ങളാണ് ബീഹാറിൽ വിധി എഴുതുന്നത്. അതിൽ പട്ന അടക്കമുള്ള ജില്ലകളിൽ വോട്ടെടുപ്പ് ഉണ്ട്. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നത് പട്നയിൽ തന്നെയാണ്. രാവിലെ 2 റാലിയുണ്ട്. അതിനുശേഷം പട്നയിൽ വൈകിട്ട് റോഡ് ഷോ. അങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടികൾ. കാരണം പട്ന NDAയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. 14 മണ്ഡലങ്ങളുണ്ട് പട്ന ജില്ലയിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുകയാണെങ്കിൽ NDAയ്ക്ക് അത്ര അനുകൂലമായിരുന്നില്ല
ജില്ലയിലെ സാഹചര്യം. 9 വിജയിച്ചത് മഹാസഖ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ അവിടെ വലിയ വിജയം നേടേണ്ടതുണ്ട്. കാരണം ലോക്സഭയിലേക്കൊക്കെ കണക്ക് നോക്കുമ്പോൾ വലിയ മുന്നേറ്റം ബീഹാറിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ NDAക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ടായി. ഇത്തവണയും അതുപോലത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് നിതീഷ് കുമാറിന്റെ ആരോഗ്യമടക്കമുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കുന്നുണ്ട് ഇന്ത്യ സഖ്യം. അതിന് പലപ്പോഴും NDA നേതാക്കൾക്ക് മറുപടി പറയേണ്ടി വരുന്നു. ഇന്നലെ അമിത്ഷാ അക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു. അതായത് 5 യോഗങ്ങളിൽ ഒരു ദിവസം നിതീഷ് പങ്കെടുക്കുന്നുണ്ട്. അത്രയ്ക്ക് ആരോഗ്യമില്ലാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന മറു ചോദ്യം അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും വൈകിട്ട് 5 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ റോഡ് ഷോ നടക്കുക. ദിനകർ സ്ക്വയറിൽ നിന്ന് ഉദ്യോഗ് ഭവൻ വരെ, അതായത് ഗാന്ധി മൈതാനത്തിന് സമീപമുള്ള ഉദ്യോഗ് ഭവൻ വരെയുള്ള ദൂരത്തിലാണ് പ്രധാനമന്ത്രി റോഡ് ഷോ നടക്കുക. 10 വെൽക്കം പോയിന്റുകൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അവിടെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യാനുള്ള അവസരമുണ്ടാകും. അങ്ങനെ ഈ റോഡ് ഷോയോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷ ഏതായാലും NDA ക്യാമ്പിനുണ്ട്. ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി 29-ാം തീയതി 2 യോഗങ്ങളിൽ പങ്കെടുത്തതാണ്. നാളെ വീണ്ടും രാഹുൽ എത്തുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിനും നിർണായകമാണ്, കോൺഗ്രസിനും അതിനിർണായകമാണ്. കാരണം കോൺഗ്രസിന്റെ കൂടി പോരായ്മ കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ഭരണം നഷ്ടമായത്. ഇത്തവണ ആ പേര് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം ഏതായാലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ ഈ അവസാന ഘട്ടത്തിലേക്ക്, ആദ്യഘട്ടത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് പ്രചാരണം കടക്കുമ്പോൾ ബീഹാർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. രാകേഷ്, അതേ സമയത്ത് തന്നെ ഈ മൊഗയിലെ ജൻസുരാജ് പാർട്ടി പ്രവർത്തകന്റെ മരണത്തിൽ ഒരു JDU സ്ഥാനാർത്ഥി ആനന്ദ് സിംഗിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്ന് പുലർച്ചെയാണ് ആനന്ദ് സിംഗിന്റെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ആനന്ദ് സിംഗ് മൊഗാമയിലെ JDU സ്ഥാനാർത്ഥിയാണ്. മൊഗാമയിൽ കഴിഞ്ഞ 2005 മുതൽ മൊഗാമയിൽ നിന്ന് തുടർച്ചയായി വിജയിച്ചു വരുന്ന, പല പാർട്ടികളിൽ നിന്നായി വിജയിച്ചു വരുന്ന ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ള നേതാവ് കൂടിയാണ് ആനന്ദ് സിംഗ്. 30-ാം തീയതി മൊഗാമയിൽ ജൻസുരാജ് പാർട്ടിയുടെ പ്രചാരണ വാഹനവും ഒപ്പം തന്നെ ആനന്ദ് സിംഗിന്റെ പ്രചാരണ വാഹനവും നേർക്കുനേർ വന്നു. ആ സംഭവം പിന്നീട് അത് വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും കല്ലേറിലേക്കും ഒക്കെ തന്നെ കാര്യങ്ങൾ പോയി. ഇതിനിടയിലാണ് നേരത്തെ RJDയുടെ പ്രാദേശിക നേതാവായിരുന്ന, ഇപ്പോൾ ജൻസുരാജ് പാർട്ടിക്കൊപ്പമുള്ള പ്രാദേശിക നേതാവ് കൊല്ലപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പാർട്ടികളും പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ആക്രമണം നടക്കുമ്പോൾ ആനന്ദ് സിംഗിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുകയും തുടർന്ന് വീട്ടിൽ ഇന്നലെ രാത്രി റെയ്ഡ് നടത്തിക്കൊണ്ട് അറസ്റ്റിലേക്ക് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. സ്വാഭാവികമായും JDUവിന് അതൊരു തിരിച്ചടിയാണ്. കാരണം ക്രമസമാധാനം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാക്കുന്നുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ. ആ സമയത്ത് തന്നെയാണ് നിയമം കയ്യിലെടുക്കുന്ന നടപടി ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയുടെ അടക്കം ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ മൊഗാമ അടക്കമുള്ള മേഖലയിൽ ഒരു പ്രചാരണ വിഷയമാക്കം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെയും ജനസുരാജ് പാർട്ടിയുടെയും തീരുമാനം. PR രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. രാകേഷ്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ SIR-നെതിരായ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ DMK വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ക്ഷണമുണ്ടെങ്കിലും TVK പങ്കെടുക്കില്ല. PMK അടക്കമുള്ള കക്ഷികളും യോഗം ബഹിഷ്കരിക്കും. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, SIR-നെതിരെ ഒറ്റക്കെട്ടായിരുന്നു പ്രതിപക്ഷം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ DMK യോഗം വിളിച്ചെങ്കിൽ പോലും TVK അടക്കം പങ്കെടുക്കുന്നില്ല. PMK അടക്കമുള്ള കക്ഷികളും യോഗം ബഹിഷ്കരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. SIR-ഉം വലിയ തോതിലുള്ള ഒരു പ്രചാരണ വിഷയമാക്കി മാറ്റുകയാണ് തമിഴ്നാട്ടിൽ DMK. കാരണം നേരത്തെ മണ്ഡല പുനർനിർണയം അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രചാരണം കൊണ്ടുവന്നതാണ് DMK. അതിനുശേഷം ഇപ്പോൾ ഏതായാലും SIR കൂടി ആയുധമാക്കുകയാണ്. നേരത്തെ ഈ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ DMK പ്രതികരിച്ചതാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിവാക്കാനുള്ള ആസൂത്രിത നീക്കം അത് തമിഴ്നാട്ടിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നവർ പ്രഖ്യാപിച്ചതാണ്. തുടർന്നാണ് ഇപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഈ യോഗത്തിലേക്ക് BJP-യെയും ADMK-യും വിളിച്ചിട്ടില്ല. കാരണം ഈ 2 പാർട്ടികളും നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിന് ശേഷം തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് SIR-ന് അനുകൂലമാണ് എന്നുള്ളത്. ADMK ചൂണ്ടിക്കാണിച്ചത് 2023 നടന്ന ഈറോഡ് ഉപതെരഞ്ഞെടുപ്പ് അടക്കം അവിടെ മരിച്ച ഏതാണ്ട് 8000-ലധികം ആളുകളുടെ വോട്ടുകൾ ഉണ്ടായിരുന്ന ഉദാഹരണമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ നടപടിയെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ന്യായീകരിച്ചത്. പക്ഷെ അതുകൊണ്ട് തന്നെ ആ 2 പാർട്ടികളെ വിളിച്ചിട്ടില്ല. പക്ഷെ TVK ക്ഷണിച്ചിരുന്നു. സ്റ്റാലിൻ തന്നെ കത്തെഴുതുകയായിരുന്നു. അപ്പോൾ TVK ഏതായാലും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ
മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗത്തിൽ അന്ന് അവർ പങ്കെടുത്തെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കരൂർ ദുരന്തത്തിന് ശേഷമുണ്ടായ സാഹചര്യം അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് TVK ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടി PMK ആണ്. പക്ഷേ PMK കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ NDAയുമായി നല്ല ബന്ധമുള്ള പാർട്ടിയാണ്. അവരും പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. DMDK വിജയകാന്തിന്റെ പാർട്ടിയാണ്. അവർ യോഗത്തിൽ ഇതിൽ ചില ആശങ്കയൊക്കെ അറിയിച്ചെങ്കിൽ പോലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അവരും പങ്കെടുക്കില്ല എന്നാണ്. പക്ഷേ 60-ലധികം പാർട്ടികൾക്കാണ് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റാലിൻ കത്ത് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇന്ത്യ സഖ്യത്തിലെ പ്രത്യേകിച്ച് ഒരു വലിയ സഖ്യത്തെ തമിഴ്നാട്ടിൽ നയിക്കുന്നുണ്ട്. DMK, ഇടതു പാർട്ടികളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, VCK ഉണ്ട്. അങ്ങനെ വലിയ നിര തന്നെ പാർട്ടികൾ തന്നെ ആ സഖ്യത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കും. തുടർന്ന് എന്തായിരിക്കും നടപടി എന്ന കാര്യം വിശദീകരിക്കും. ഒരുപക്ഷെ നിയമ നടപടികളടക്കം ആലോചിക്കുന്ന കാര്യമായിരിക്കാം DMKയുടെ പരിഗണനയിൽ. അങ്ങനെ SIR കൂടി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയാക്കാൻ തന്നെയാണ് DMKയുടെ തീരുമാനം. ഭവ്യ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ഇസ്രായേൽ ബന്ദികളുടേതെന്ന പേരിൽ ഹമാസ് കൈമാറിയ മൃതദേഹങ്ങൾ മാറിപ്പോയി. വെള്ളിയാഴ്ച റെഡ് ക്രോസ് വഴി ഇസ്രായേലിലെത്തിയ 3 മൃതദേഹങ്ങളാണ് പരിശോധനയ്ക്ക് പിന്നാലെ ബന്ദികളുടേതല്ലെന്ന് സ്ഥിരീകരിച്ചത്. ഇതിനിടെ ഗാസയിൽ തുടർച്ചയായ 5-ാം ദിവസവും ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചു. ഖാൻ യൂനുസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. തുടർച്ചയായി 5-ാം ദിവസമാണിപ്പോൾ ഇസ്രായേലിന്റെ കനത്ത ആക്രമണം ഗാസയിലേക്ക് വീണ്ടും ഏൽക്കുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ ഇസ്രായേൽ ബന്ദികളുടേതെന്ന പേരിൽ ഹമാസ് കൈമാറിയ മൃതദേഹങ്ങൾ ഇപ്പോൾ മാറിപ്പോയി എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. വെള്ളിയാഴ്ച റെഡ് ക്രോസ് വഴി ഇസ്രായേലിലേക്ക് എത്തിയ 3 മൃതദേഹങ്ങളാണ് പരിശോധനയ്ക്ക് പിന്നാലെ ബന്ദികളുടേതല്ലെന്ന് സ്ഥിരീകരിച്ചത്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, 5-ാം ദിവസമാണ് ഇത്തരത്തിൽ ഈ വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള തുടർച്ചയായ ആക്രമണം ഗാസയിൽ ഏൽക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇതാ മൃതദേഹം കൈമാറിയത് ബന്ദികളുടേതല്ലെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഭവ്യ, തുടർച്ചയായി ഇസ്രായേൽ സേനയുടെ ഭാഗത്ത് നിന്ന് കരാർ ലംഘനം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഗാസയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും വലിയ രീതിയിലുള്ള വ്യോമാക്രമണം ഖാൻ യൂനിസിലും ഒപ്പം തന്നെ തെക്കൻ ഗാസയിലും ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ വെള്ളിയാഴ്ച റെഡ് ക്രോസ് വഴി കൈമാറിയിട്ടുള്ള ഹമാസ് കൈമാറിയ മൃതദേഹങ്ങൾ, അതായത് ഇസ്രായേൽ ബന്ദികളുടേതായിട്ടുള്ള മൃതദേഹങ്ങൾ 3 മൃതദേഹങ്ങളായിരുന്നു കൈമാറിയത്. അതിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണ് കൈമാറിയത് എന്നുള്ള ചില ആരോപണങ്ങൾ നേരത്തെ തന്നെ ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം ആ മൃതദേഹങ്ങളൊന്നും തങ്ങളുടേതല്ല, തങ്ങളുടെ പൗരന്മാരുടേതല്ല എന്നുള്ള ഒരു വിവരം ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഇനി എന്ത് തുടർ നടപടികളാകും സ്വീകരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ പക്കൽ തങ്ങളുടെ പൗരന്മാരുടെ 13 പേരുടെ മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഹമാസ് ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലാണ് ഈ മൃതദേഹങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള വിവരമാണ് ഹമാസ് പ്രതിനിധികൾ നൽകുകയും ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഈ ഈജിപ്തിൽ നിന്നുമൊക്കെ അത്യാധുനിക സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് വേണം ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ. അത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം കൂടിയാണ് എന്നുള്ളതാണ്. അതിനിടയിലാണ് വീണ്ടും ആക്രമണം ഇസ്രായേൽ സേന കടുപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് നടപടി ഇക്കാര്യത്തിൽ ഹമാസ് സ്വീകരിക്കുമെന്നുള്ളത് കൂടി നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ഖാൻ യൂനിസിലും ഒപ്പം തന്നെ ഈ തെക്കൻ ഗാസയ്ക്കും പുറമെ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാനുള്ള ഒരു നീക്കം നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതായിരുന്നു. വെസ്റ്റ് ബാങ്ക് തങ്ങളുടെ ഭാഗമാക്കി മാറ്റും. പക്ഷേ അതിൽ അമേരിക്ക അക്കാര്യത്തിൽ വ്യക്തമായൊരു നിലപാട് പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. അതായത് ഒരു തരത്തിലും വെസ്റ്റ് ബാങ്ക് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗമാകില്ല, അത് ഒരു വ്യാമോഹം മാത്രമാണ് എന്നടക്കമുള്ള ചില പ്രതികരണങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് പലകുറി നടത്തുകയും ചെയ്തതാണ്. പക്ഷേ അത് പിടിച്ചടക്കുക എന്ന രീതിയിൽ വെസ്റ്റ് ബാങ്കിലും സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും കരാർ ലംഘനം അതിരൂക്ഷമാകുന്നു. 18 ദിവസം മാത്രമായിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കാനായത്. സമാധാനം പുനഃസ്ഥാപിക്കാനായെങ്കിൽ പോലും തന്നെ ഗാസയിലെ പലയിടങ്ങളിലും വെടിവെച്ചുകളും ഒപ്പം തന്നെ ബോംബാക്രമണങ്ങളും ഒക്കെ ഉണ്ടായതും നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ രൂക്ഷമായ രീതിയിൽ ഈ ഒരു വെടിനിർത്തൽ കരാർ ലംഘനം ഇസ്രായേൽ സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചർച്ചകൾ എങ്ങനെയായിരിക്കുമെന്നുള്ളത് നമുക്ക് വളരെ സംശയകരമാണ്. അതായത് രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കണം. അത് സംബന്ധിച്ചുള്ള
ചർച്ചകൾ അത് സംബന്ധിച്ച് ഉള്ള തുടർ നടപടികളൊക്കെ കൈക്കൊള്ളാൻ ഖത്തറിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ കൂടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കമുണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ ഈ ചർച്ചകൾ നീണ്ടുപോകും, അല്ലെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത വളരെ വിരളമായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ബന്ദിക്കൈമാറ്റവും ഒപ്പം തന്നെ വെടിനിർത്തലും, അതായത് പൂർണ്ണമായും ഒരു വെടിനിർത്തൽ വേണമെന്നുള്ള ആവശ്യമായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അതിപ്പോൾ ലംഘനം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിൽ ഹമാസിന്റെ നിരായുധീകരണം അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് ഇനി എങ്ങനെ യാഥാർത്ഥ്യമാകുമെന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എന്തായാലും ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഗാസയിൽ വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഭവ്യ. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. കുടുംബങ്ങൾ തമ്മിലെ കുടിപ്പകയെ തുടർന്ന് ഗ്രീസിൽ സ്ഫോടനവും വെടിവെപ്പും. ശനിയാഴ്ച ഗ്രീക്ക് ദ്വീപായ ക്രെറ്റയിൽ നടന്ന വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു, 10 പേർക്ക് ഗുരുതര പരിക്ക്. വെള്ളിയാഴ്ച രാത്രി മേഖലയിലെ ഒരു കെട്ടിട നിർമ്മാണ സൈറ്റിലുണ്ടായ സ്ഫോടനത്തെ തുടർന്നായിരുന്നു സംഘർഷം. ഇന്ത്യയുടെ സൈനിക സേവനങ്ങൾക്ക് കരുത്ത് പകരുന്ന വാർത്താവിനിമയ ഉപഗ്രഹം CMS-03യുടെ വിക്ഷേപണം ഇന്ന് വൈകിട്ട് 5:26 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. ബാഹുബലി എന്ന് പേരിട്ട് വിളിക്കുന്ന ISROയുടെ LVM-3 M5 റോക്കറ്റാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുക. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. എന്തായാലും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്ഷേപണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ മറ്റ് കൂടുതൽ വിവരങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അജയ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാജ്യസുരക്ഷയുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ചിത്രങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അല്ലേ? എന്തായാലും വിക്ഷേപണം അത് വിജയകരമായി പൂർത്തിയാവട്ടെ. അജയ്, കേൾക്കാമോ? ഇന്ത്യയുടെ സൈനിക സേവനങ്ങൾക്ക് കരുത്ത് പകരുന്ന വാർത്താവിനിമയ ഉപഗ്രഹം CMS-03യുടെ വിക്ഷേപണം ഇന്ന് നടക്കും. വൈകിട്ട് 5:26 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ വിക്ഷേപണം നടക്കുക. ബാഹുബലി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ISROയുടെ LVM-3 M5 റോക്കറ്റാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുന്നത്. അജയ് സുധാ ബിജു ചേരുന്നു വിവരങ്ങളുമായി. അജയ്, രാജ്യസുരക്ഷയുമായി ഏറെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ മറ്റ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളോ ഇതുവരെ സ്പേസ് സെന്ററിൽ നിന്ന് ലഭ്യമായിട്ടില്ല. എന്തായാലും വിക്ഷേപണം പൂർണ്ണ വിജയമാവട്ടെ അല്ലേ? അതെ ഭവ്യ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഇന്ന് വൈകിട്ട് 5:26 നടക്കാൻ പോകുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഒരു വിക്ഷേപണ സ്ഥലം, വിക്ഷേപണ സ്പേസ് നമ്പർ 2 നിന്ന് ഇന്ന് വൈകിട്ട് 5:26 തന്നെ ഈ റോക്കറ്റ് പറന്നുയരും എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇന്നലെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ISRO എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായിട്ടാണ് വിവരം നൽകിയിട്ടുള്ളത്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സേന ഇതിനു മുൻപേ ആശ്രയിച്ചിരുന്ന ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത് GSAT-7 രുക്മിണി ആയിരുന്നു. അപ്പോൾ ഇതിന് പകരമായിട്ടാണ് ഇപ്പോൾ പുതുതായിട്ട് ഈ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. ഇതെന്ന് പറയുന്നത് GSAT-നേക്കാൾ കൂടുതൽ ഒരു ശേഷിയുള്ളതും കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യുന്നതുമായിട്ടുള്ള ഉപഗ്രഹമാണ് ഇത്. ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള നമ്മുടെ കപ്പലുകൾ, അതുപോലെ തന്നെ അന്തർവാഹിനികൾ, അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ കരസേനയ്ക്കാണെങ്കിലും അവർക്കെല്ലാം ഒരുപാട് ഉപയോഗപ്പെടുന്ന ഉപഗ്രഹമാണ്. ഇപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കുറച്ച് മാസങ്ങൾക്ക് മുൻപേ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക വിദ്യ വളരെയധികം പ്രധാനമാണ്. അതിനെ ആശ്രയിച്ചുള്ള യുദ്ധങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിനെ സംബന്ധിച്ചുള്ള പോരാട്ടങ്ങൾ അത് തീർച്ചയായിട്ടും നിർണായകമാണ് ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ഒരു അപ്ഗ്രേഡ് തന്നെയാണ് ഈ ഉപഗ്രഹം എന്ന് പറയുന്നത്. CMS-03 എന്നാണ്
എന്നാണ് ഈ ഉപഗ്രഹത്തിന് പേരിട്ടിരിക്കുന്നത്. ഏതാണ്ട് 4400 കിലോഗ്രാം ഭാരമുള്ള വളരെ ഭീമൻ ഉപഗ്രഹമാണ്. ഇത്രയധികം വെയിറ്റുള്ള ഈ 4000 കിലോഗ്രാമിന് മുകളിലുള്ള ഒരു ഉപഗ്രഹം ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് വിക്ഷേപണം നടക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇന്ന് നടക്കാൻ പോകുന്ന വിക്ഷേപണത്തിനുണ്ട്. ഇതിനു മുൻപേ നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ള GSAT-11 ഒക്കെ ഇതിനേക്കാൾ ഭാരമുണ്ടായിരുന്നു. എന്നാൽ അത് നമ്മൾ വിക്ഷേപിച്ചത് ഫ്രഞ്ച് ബേസിൽ നിന്നായിരുന്നു. ഫ്രാൻസിൽ നിന്ന് അവരുടെ പ്രത്യേക റോക്കറ്റിൽ നിന്നാണ് നമ്മൾ വിക്ഷേപിച്ചത്. എന്നാൽ ഇത് ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിതമായിട്ടുള്ള റോക്കറ്റാണ്. LVM-3M5 എന്ന് പറയുന്ന റോക്കറ്റ്. ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള റോക്കറ്റാണ്. ഇത്രയധികം വെയിറ്റ് വഹിക്കാൻ ശേഷിയുള്ളതിനാൽ ഇതിന് ബാഹുബലി എന്നൊരു പേരും കൂടി ഈ റോക്കറ്റിനുണ്ട്. ഇപ്പോൾ ഈ 4000 കിലോഗ്രാം ഭാരമുള്ള റോക്കറ്റാണ് ഇപ്പോൾ വിക്ഷേപിക്കുന്നത്. എന്നാൽ 8000 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഒരു പടുകൂറ്റൻ റോക്കറ്റ് തന്നെയാണിത്. എന്നാൽ ഇതിൻ്റെ ചിത്രങ്ങളോ മറ്റ് വിശദാംശങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. എന്നാൽ ഇന്ന് വിക്ഷേപണത്തിന് ശേഷം ഈ ഉപഗ്രഹത്തെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, സാങ്കേതിക വിദ്യകൾ, ഇപ്പോൾ ഈ GSAT-7 രുക്മിണിയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിലേക്ക് വന്നപ്പോൾ ഉണ്ടായത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് GCDA ഇന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയേക്കും. കരാറില്ലാതെയാണ് നവീകരണം നടക്കുന്നതെന്നത് പുറത്തുവരികയും അഴിമതി ആരോപണം ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് നവീകരണം ഏൽപ്പിച്ചതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് പോലീസിന് കോൺഗ്രസ് പരാതി നൽകുകയും ചെയ്തത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. എന്തായാലും കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് GCDA ഇന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയേക്കുമെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. കരാറില്ലാതെയാണ് നവീകരണം നടക്കുന്നതെന്ന് പുറത്തുവരികയും അഴിമതി ആരോപണം ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, എന്തായാലും അഴിമതിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസ്, പ്രതിപക്ഷം പരാതി നൽകിക്കഴിഞ്ഞു. ഇന്ന് എന്ത് നടപടി പ്രതീക്ഷിക്കണം? വിവരങ്ങൾ. ഭവ്യ, ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ ഈ സ്റ്റേഡിയം കൊച്ചി നഗരസഭയും ഒപ്പം GCDAയിലെ എഞ്ചിനീയർമാരും വന്ന് പരിശോധന നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ കാണുന്ന തോട്, അതായത് ഇത് കാരക്കോണം തോടാണ്. ഈ തോടിന്റെ സംരക്ഷണ ഭിത്തി മറച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചുറ്റുമതിൽ നിർമ്മാണം നടക്കുന്നത്. സ്വാഭാവികമായും ഈ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഈ തോട് വൃത്തിയാക്കേണ്ടതുണ്ട്. ആ സമയത്ത് JCBയും മറ്റ് വാഹനങ്ങളും ഒക്കെ പാർക്ക് ചെയ്ത് ഇവിടെ വെച്ചായിരിക്കും ഈ തോട് വൃത്തിയാക്കേണ്ടത്. അതിന് അസൗകര്യപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനൊരു തടസ്സം വരുന്ന രീതിയിലായിരിക്കും ഈ ചുറ്റുമതിൽ നിർമ്മാണം എന്നാണ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ GCDA എഞ്ചിനീയർമാരും കൊച്ചി നഗരസഭയും കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം ഈ ചുറ്റുമതിൽ നിർമ്മിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൌൺസിലർമാരടക്കം നഗരസഭയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി ഈ ചുറ്റുമതിൽ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ഇതിന്റെ സ്പോൺസറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് CRZ മേഖല കൂടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് നിയമവിരുദ്ധമാണ്. അനധികൃതമായിട്ടുള്ളൊരു നിയമ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്നൊരു കാര്യം കൂടി നഗരസഭ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചുറ്റുമതിൽ, അതിന്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയുന്നത്. ഇവിടെ ഈ തോടിനടുത്തുള്ള ഈ ചെളികൾ വാരുന്നതിന് വേണ്ടി JCBയും ലോറിയും എത്തേണ്ടതുണ്ട്. ഈ സംരക്ഷണ ഭിത്തി വലിയ പൊക്കം, നമുക്കറിയാം ഇതിന്റെ പൊക്കം എത്രമാത്രമുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രയേറെ ഹൈറ്റിൽ ഈ ചുറ്റുമതിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ JCBയോ ലോറിയും ഒക്കെ ഇവിടെ എത്തിച്ച് ഈ കാന കോരുന്നതിനാൽ ഈ തോട് വൃത്തിയാക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ തടസ്സമുണ്ടാകും. അങ്ങനെ ഈ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും കൊച്ചി നഗരത്തെ സംബന്ധിച്ച് വലിയ വെള്ളക്കെട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുമാണുള്ളത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ GCDAയുടെ ഉദ്യോഗസ്ഥർ ഈ ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പക്ഷേ സ്റ്റേഡിയത്തിന്റെ ഉള്ളിലെ പണികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസത്തിലായിരിക്കും മെസ്സി വരിക എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഈ സ്പോൺസർ മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. അതിനു മുൻപേ തന്നെ ഈ ഫിഫയുടെ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.
പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ സ്റ്റേഡിയത്തെ ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ അതിന് പിന്നിൽ വലിയ അഴിമതി ആരോപണങ്ങൾ ഉണ്ടെന്ന് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, വലിയ വിവാദങ്ങളാണ് ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്റ്റേഡിയം നവീകരണത്തിന് GCDA ഈ സ്പോൺസർക്ക് കൈമാറുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു കരാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ കായിക മന്ത്രിയുടെ നിർദ്ദേശത്തെ, വാക്കാലുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് GCDA ഈ സ്റ്റേഡിയം കൈമാറിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വലിയൊരു അഴിമതി ഉണ്ടെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പക്ഷേ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. സ്പോൺസർ ഇതിനു മുൻപ് തന്നെ പറഞ്ഞത് 70 കോടി രൂപ ചിലവാക്കിയാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്ന്. ആ പണം താൻ ഒരു സേവനമായി മാത്രമാണ് കണക്കാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിൽ നിന്നും യാതൊരു ലാഭവും പ്രതീക്ഷിച്ചുകൊണ്ടല്ല കാട് പിടിച്ച് കിടക്കുന്ന സ്റ്റേഡിയം, നമ്മുടെ നാട്ടിന് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്റ്റേഡിയം, അത് അന്താരാഷ്ട്ര രീതിയിലേക്ക്, നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി തനിക്ക് 70 കോടി രൂപ മുടക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന വാദത്തിൽ തന്നെയാണ് സ്പോൺസർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അടക്കം ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ വലിയ അഴിമതി ഉണ്ടെന്നാണ്. ഭവ്യ, എന്തായാലും ഇപ്പോൾ ഈ മതിൽ നിർമ്മാണം, ചുറ്റുമതിൽ നിർമ്മാണം, ഈ തോടിനെ മറച്ചുകൊണ്ടുള്ള ചുറ്റുമതിൽ നിർമ്മാണമാണ് താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് നഗരസഭ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ സ്റ്റേഡിയത്തിനുള്ളിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഇത് പൂർത്തിയാക്കി നവംബർ 30-നകം തന്നെ പൂർത്തിയാക്കി കൈമാറുമെന്നാണ് സ്പോൺസറിന്റെ വാക്ക്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ലക്ഷദ്വീപ് സ്വദേശിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം, ഇടപ്പള്ളിയിൽ ജോലി ചെയ്യവെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവാവ്. ആരോഗ്യനില തൃപ്തികരമെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ 16-കാരൻ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ സംഭവത്തിൽ കടുത്ത നടപടിയെടുക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും. വാഹനത്തിന്റെ RC 1 വർഷത്തേക്ക് റദ്ദാക്കും. 16-കാരന് 25 വയസ്സ് തികയും വരെ ലൈസൻസ് നൽകില്ല. അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും നഷ്ടപരിഹാരവും RC ഓണർ വഹിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നവമി വിവരങ്ങളുമായി ചേർന്നു. നവമി, 16 വയസ്സേ ഉള്ളൂ. 18 പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ഇത്തരത്തിൽ വാഹനം കുട്ടികൾക്ക് നൽകരുത്, നിരത്തിലേക്ക് ഇറക്കരുത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് എപ്പോഴും ലംഘിക്കപ്പെടുന്ന സാഹചര്യമാണ്. അത് തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. എന്തായാലും കടുത്ത നടപടി എടുത്തു മോട്ടോർ വാഹന വകുപ്പ്, അല്ലേ? അതെ, സ്വാഭാവികമായും കുട്ടിയുടെ അച്ഛന് തന്നെയാണ് ഇതിന്റെ ഒരു പിഴ വരുന്നത്. കാരണം 16 വയസ്സുകാരനാണ്, ലൈസൻസ് ലഭിച്ചിട്ടില്ല, പ്രായപൂർത്തിയായിട്ടില്ല. സ്വാഭാവികമായും മാതാപിതാക്കൾക്കാണ് അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ RC 1 വർഷത്തേക്ക് റദ്ദാക്കുമെന്നാണ്. ഈ ക്രിസ്റ്റ ഇന്നോവ കറുത്ത ഒരു കാറായിരുന്നു അത്. അതിന്റെ RC 1 വർഷത്തേക്ക് റദ്ദാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 16-കാരന് 25 വയസ്സ് തികയാതെ ലൈസൻസ് എടുക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടിയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും നൽകിയിരിക്കുന്നത്. ഇത് കലൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഷീദാണ് ഈ വാഹനത്തിന്റെ ഓണർ, അതായത് 16-കാരന്റെ പിതാവ്. ഈ പിതാവ് ഇന്നലെ പോലീസിൽ പറഞ്ഞത് തന്റെ അറിവോടുകൂടി അല്ല മകൻ ഈ വാഹനം എടുത്തുകൊണ്ട് പോയതെന്നാണ്. കാരണം വീട്ടിൽ വാഹനം ഇടാൻ സൗകര്യമില്ലാത്തതിനാൽ മറ്റൊരിടത്തേക്കാണ് ഇട്ടിരുന്നത്. അവിടെ നിന്നാണ് തന്റെ അറിവില്ലാതെ അല്ലെങ്കിൽ കുടുംബം അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ സുഹൃത്തുക്കളെയും കൂട്ടി 16-കാരൻ രാവിലെ ചെറായി ബീച്ച് കാണാൻ പോയതാണ്. പക്ഷേ തിരിച്ചു വരുന്ന വഴിക്കാണ് ആദ്യം ഒരു ബസ്സിനിടിക്കുന്നു. അതോടുകൂടിയാണ് ഈ കുട്ടിയുടെ നിയന്ത്രണം വിട്ടത്. പിന്നീട് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നാട്ടുകാർ ജീവനും കൊണ്ട് ഓടുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പല വാഹനങ്ങളെയും ഇടിച്ചു തെറിപ്പിക്കുന്നു. ഒപ്പം ഈ വയോധികയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. ആ വയോധികയുടെ ചികിത്സാ ചിലവ് കൂടി ഈ കുടുംബം വഹിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ഇന്നലെ പോലീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള തങ്ങളുടെ അറിവോടെ അല്ല എന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ കൂടിയും അത് അവരുടെ മാത്രം തെറ്റാണ്. ഈ 16 വയസ്സുകാരനോട് വാഹനം എടുക്കരുത്, അല്ലെങ്കിൽ 16 വയസ്സുകാരൻ കാർ ഓടിക്കണമെങ്കിൽ അവന് മുൻപും കാർ ഓടിച്ചിട്ടുള്ള പരിചയം ഉണ്ടായിരിക്കണമല്ലോ. അതിന് മാതാപിതാക്കൾ വഴിയൊരുക്കി കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പോഴാണ് ഇതിന്റെ ഗുരുതരാവസ്ഥയും മാതാപിതാക്കൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ മുന്നറിയിപ്പ് കൂടി തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം നൽകി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടവും അതിന് ഉണ്ടാകുന്ന പിന്നീട് അത് ഏത് വിധത്തിലാണ് മാതാപിതാക്കളെ ഇത് ബാധിക്കുക എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത്. നവമി ദിനേശാണ് വിശദ വിവരങ്ങൾ നൽകിയത്.
ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ടതിന് തൊഴിലുടമ ഭീഷണിപ്പെടുത്തിയതിന് പരാതി. ഷാർജ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യാബ് ലീഗൽ സർവീസസ് സ്ഥാപന ഉടമ സലാം പാപ്പിനിശ്ശേരിക്കെതിരെയാണ് മുൻ ജീവനക്കാരി രംഗത്തെത്തിയത്. മട്ടാഞ്ചേരി സ്വദേശി അൻഷീറ മുഖ്യമന്ത്രിക്കും നോർക്കയ്ക്കും പരാതി നൽകി. നിയമസഹായം വാഗ്ദാനം നൽകുന്ന യാബ് ലീഗൽ സർവീസസിൽ കഴിഞ്ഞ 5 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു അൻഷീറ. നേരത്തെ തന്നെ സ്ഥാപനത്തിൽ നിന്നും മാനസിക പീഡനവും നേരിട്ടിരുന്നു. അതിനെതിരെ പരാതിയും നൽകിയതാണ്. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അകാരണമായി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടെന്നാണ് പെൺകുട്ടിയുടെ ആരോപണം. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തടഞ്ഞുവെക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു. ഞാൻ 2020 ജാനുവരിയിലാണ് യാബ് ലീഗൽ സർവീസസ് എന്ന് പറഞ്ഞ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. ഒരു നിയമസ്ഥാപനമാണെങ്കിലും ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ പാസ്പോർട്ട് അവിടെ പിടിച്ചു വെക്കും. പിന്നെ ചില ആളുകളെ കൊണ്ട് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ച് ബ്ലാങ്ക് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ചിട്ട് തമ്പ് മേടിക്കും. അങ്ങനെ പല ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് സൈൻ ചെയ്ത് മേടിപ്പിച്ചു. പക്ഷേ ലാസ്റ്റ് ടൈമായിരുന്നു, എയർപോർട്ടിൽ നിന്നാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഈ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇവർ ഇൻറ്റർഫെയർ ചെയ്യുക, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നമ്മളെ ചൂഷണം ചെയ്യുക, അതായത് നമ്മളെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇയാളുടെ ഫേസ്ബുക്കിൽ പ്രൊഫൈലൊന്നും ലൈക്ക് അടിച്ചില്ലെങ്കിൽ, കമൻ്റ് ഇട്ടില്ലെങ്കിൽ സാലറി ഹോൾഡ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ നമ്മളെ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ 2 ചാനലിൽ രംഗത്ത് വന്നതാണ്, കാര്യങ്ങൾ ഞാൻ അറിയിച്ചതാണ് പുറലോകത്ത്. കാരണം ഇവിടെ നിന്ന് ആരും പോയിട്ട് ഇനി പെട്ടുപോകരുത്. സ്ഥാപനം നൽകിയ മാനനഷ്ട കേസിനെ തുടർന്ന് വിദേശത്തേക്ക് മറ്റ് ജോലിക്കായി പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അൻഷീറ. പരാതി സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. 3 വിസ പുതുക്കി. ഓക്കെ, പിന്നെ അയാളായിട്ട് പറഞ്ഞു വിടുമ്പോൾ അങ്ങ് പോകാമെന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സഡൻലി അയാൾ എന്നെ ടെർമിനേറ്റ് ചെയ്യാണ് ഉണ്ടായത്. ടെർമിനേറ്റ് ചെയ്യേണ്ട കാര്യമല്ലോ ഇല്ല, ഒന്നും പറഞ്ഞില്ല. അവർക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ അപ്പുറത്തെ കൊളീക്കുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റാണ്, അക്കൗണ്ട്സിൽ ഒരാളുമായിട്ട് നമ്മളൊരു പെൺകുട്ടിയോ ആരെങ്കിലും ആയിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയാലും നമ്മൾ ടെർമിനേറ്റ് ചെയ്യും. മുഖ്യമന്ത്രി ആ ഒരു കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിയെ വളരെയധികം ബഹുമാനിക്കുന്നു. കാരണം എൻ്റെ ഒരു പരാതി ഞാൻ മുഖ്യമന്ത്രിയുടെ PA വിളിച്ചു സംസാരിച്ചായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ആ പരാതി പരിഗണിച്ചിട്ടുണ്ട്. ഞാൻ പുള്ളിക്ക് റൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്, സ്പീഡ് പോസ്റ്റാണ് അയച്ചത്. അപ്പോൾ എൻ്റെ പരാതി പരിഗണിച്ചു. എന്നെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. യാബ് ലീഗൽ സർവീസസ് നെടുമ്പാശ്ശേരിയിൽ പുതിയൊരു ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ആളുകളെ ജോലിക്കെടുത്ത ശേഷം പ്രമോഷൻ എന്ന പേരിൽ വിദേശത്തേക്ക് കൊണ്ടുപോകുമെന്നും ഇവരെയും കെണിയിൽ വീഴ്ത്താനുള്ള സാധ്യതയുണ്ടെന്നും അൻഷീറ പറയുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും പോലീസിന് നൽകിയ മൊഴിയിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. കാരണം ഞാനും നിങ്ങളിൽപ്പെട്ട ഒരാളാണ്, ഞാനാണ് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ എത്രമാത്രം ഇതിൽ പോരാടാൻ പറ്റും? ഞാനിപ്പോൾ 2 മാസമായി ഇതിൻ്റെ പുറകെ കണ്ടിന്യൂസ് നടക്കുന്നത്. ഇപ്പോൾ ദുബായിലെ നിയമം എന്നെ തുടച്ചില്ല. കാരണം ഞാൻ ഒപ്പിട്ട് കൊടുത്ത പേപ്പർ അത് അവരെന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചതാണ്. അപ്പോൾ വിശ്വാസവഞ്ചന എന്നോട് ചെയ്തത് ചതി തന്നെയാണ്. അപ്പോൾ ഒരു മുതലാളിമാരും പണമുണ്ട്, പണത്തിൻ്റെ പേരിൽ നമുക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പാവങ്ങളെ ഇങ്ങനെ ഇതാക്കരുതല്ലോ. കഷ്ടപ്പെട്ട പൈസയാണ്, അത് തരണം. സ്ഥാപന ഉടമ സലാം പാപ്പിനിശ്ശേരിക്കെതിരെ നിരവധി ജീവനക്കാരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. നെല്ല് സൂക്ഷിക്കാൻ പൊതുമേഖലയിൽ സംഭരണശാലകളോ കുത്തി അരിയാക്കാൻ റൈസ് മില്ലുകളോ കുട്ടനാട് പോലെയുള്ള പ്രധാന നെല്ലുൽപാദന കേന്ദ്രങ്ങളിൽ ഇല്ലാത്തതാണ് പലപ്പോഴും സ്വകാര്യ മില്ലുകൾക്ക് മുന്നിൽ കർഷകർക്കും സർക്കാരിനും അടിയറവ് പറയേണ്ടി വരുന്നത്. ഈ കാര്യങ്ങൾ മുഖവിലക്കെടുത്തതാണ് കഴിഞ്ഞ തകഴി പഞ്ചായത്തിൽ 3 ഏക്കർ സ്ഥലത്ത് 26 വർഷങ്ങൾക്ക് മുൻപ് 6 കോടി ചെലവഴിച്ച് റൈസ് മിൽ ആരംഭിക്കുന്നത്. ഇന്നും സംഭരണത്തിന്റെ പേരിൽ കർഷകർ ചൂഷണങ്ങൾക്ക് വിധേയരാകുമ്പോൾ ആ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? ന്യൂസ് 18 പരിശോധിക്കുകയാണ്. കുട്ടനാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് സ്വന്തമായി ഒരു സർക്കാർ മേഖലയിൽ ഒരു റൈസ് മില്ല് ഇല്ല എന്നുള്ളത്. അതായത് സ്വകാര്യ മില്ലുകളുടെ ധാർഷ്ട്യത്തിന് വിധേയരാകേണ്ടി വരുന്നത് തന്നെ സർക്കാർ മേഖലയിൽ അത്തരത്തിൽ മില്ലുകൾ ഇല്ലാത്തതാണ്. ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്നത് EK നായനാർ മന്ത്രിസഭയുടെ കാലത്ത് പണിത ഒരു റൈസ് മില്ലാണ് കുട്ടനാട്ടിൽ. അന്ന് സുശീല ഗോപാലൻ വ്യവസായ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ മില്ലിന്റെ പ്രവർത്തനം. ഇതിനുവേണ്ടി പണം അനുവദിക്കുകയും ഇങ്ങനൊരു പ്രോജക്റ്റ് കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പിന്നിൽ കാണുന്നത് ഒരുപക്ഷെ റൈസ് മില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
റൈസ് മില്ലിന്റെ ഒരു അസ്ഥിപഞ്ജരം പോലെ ഇതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇവിടെ അന്ന് ഈ ഒരു കുട്ടനാട്ടിൽ ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിരുന്നു. അതിനൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണ് ന്യൂസ് 18 പരിശോധിക്കുന്നത്. സുശീല ഗോപാലിന്റെ കാലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും 2 തവണ ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തോമസ് ചാണ്ടി MLA ആയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഈ റൈസ് മില്ലുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണത്തിന്റെ ഉദ്ഘാടനങ്ങളും അതിന്റെ പ്രവർത്തനവും ഒക്കെ ക്രമീകരിച്ചത്. അന്നത്തെ കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. അല്ലെ, പേരെങ്ങനെയാ? എൻ്റെ പേര് ER രാധാകൃഷ്ണപിള്ള. ഓക്കെ. അപ്പോൾ എന്തായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം? ഇതിന്റെ ഒരു പൂർണ്ണമായി നല്ലൊരു അവസ്ഥയിൽ കണ്ട ഒരാളാണല്ലോ താങ്കൾ. ഇത് ആദ്യ പ്രവർത്തനങ്ങളിലെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്തൊക്കെ ഇടപെട്ടിരുന്ന ആളാണ്. നല്ല രീതിയിൽ ആദ്യം നല്ല പ്രവർത്തനം വന്നു. 2 കോടി രൂപയാണ് ആദ്യം അനുവദിച്ചിരുന്നത്. ഏതാണ്ട് അത്രയും തുക തന്നെ ഇവിടെ മുടക്കി മുഴുവൻ മിഷനറികളും ഇവിടെ എത്തി. ഇതിനോട് എന്തൊക്കെ മെഷീനറീസ് ആയിരുന്നു അന്ന് ക്രമീകരിച്ചത്? ഒരു മോഡേൺ റൈസ് മില്ലിന് ആവശ്യമായ മുഴുവൻ മിഷനറികളും അതിനകത്ത് ഉണ്ടാകാവുന്ന മിഷനറികളാണ് സാധാരണ ഉള്ളത്. അതെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. കെട്ടിടം പണി ആരംഭിച്ചു. ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഈ മില്ലിൻ്റെ ഒരു ഗുണം, ഇതിനോട് തൊട്ടടുത്ത് സംസ്ഥാന വെയർഹൗസിംഗ് കോർപ്പറേഷൻ്റെ ഗോഡൗണുണ്ട്. അപ്പം ഇവിടെ വലിയ കപ്പാസിറ്റി ഉണ്ട്, സംഭരണശേഷിയുണ്ട്. അറകൾ പോലും അതിനകത്തുണ്ട്. നെല്ല് നിറയ്ക്കാവുന്ന അറകൾ പോലും അതിനകത്തുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുന്നത്. അത് പോരാഞ്ഞിട്ട് തൊട്ടടുത്ത് 2 കിലോമീറ്ററിനപ്പുറത്ത് പമ്പയാർ ഒഴുകുന്നുണ്ട്. ആവശ്യത്തിലധികം വെള്ളം ലഭിക്കും. ഇതുകൊണ്ടൊക്കെയാണ് ഇതിനെ തിരഞ്ഞെടുത്ത് ഇവിടെ തുടങ്ങിയത്. പറഞ്ഞിട്ട് കുട്ടനാടിൻ്റെ ഹൃദയഭാഗമാണ്. ഇത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കുട്ടനാട്ടിന് ഇന്നത്തെ ഈ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരുന്നു. മുഴുവൻ നെല്ലും ഇവിടെ എടുത്ത് സ്റ്റോർ ചെയ്ത് അരിയാക്കി സർക്കാരിന് കൊടുക്കാൻ പറ്റിയേനെ. ഒരുപക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അന്നും സ്വകാര്യ മില്ലുകളുടെ ഇടപെടൽ ഇതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിലുണ്ടായിരുന്നു. അന്ന് കുട്ടനാട്ടിൽ 4-5 സ്വകാര്യ മില്ലുകളുണ്ടായിരുന്നു. ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ കുട്ടനാട്ടിൽ നിന്നവർക്ക് നെല്ല് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അവരതിന് ചെയ്ത കടുംകൈ, ഇത് ഇവിടുത്തെ ആറ്റിലെ വെള്ളം pH വാല്യൂ കൂടുതലുള്ളതാണ്, അത് മോഡേൺ റൈസ് മില്ലിന് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, നല്ല അരി കിട്ടില്ല എന്നൊരു പ്രചരണം നടത്തി. അതിന് ആവശ്യമായ സമ്മർദ്ദം സർക്കാരിൽ ചെലുത്തി. സർക്കാർ അതിനുവേണ്ടി മദ്രാസ് IIT കൊണ്ട് ഇവിടെ ഒരു പഠനം നടത്തി. അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് മോശമല്ല എന്നാണ്. എന്നാൽ പോലും ആ റിപ്പോർട്ട് മറച്ചു വെച്ചു. എന്താണെന്ന് വെച്ചാൽ മോശമാകാൻ സാധ്യതയില്ല. ഏരിയൽ ഡിസ്റ്റൻസിൽ 2 കിലോമീറ്ററിനപ്പുറത്ത് ചമ്പക്കുളത്ത് ഒരു മോഡേൺ റൈസ് മില്ലുണ്ട്. ഇന്നും അത് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സ്വകാര്യ മേഖലയിലാണ്. വളരെ വലിയ രീതിയിൽ ഇന്ന് സർക്കാരിൻ്റെ നെല്ലെടുക്കുന്ന ഒരു മോഡേൺ റൈസ് മില്ലാണ്. അപ്പോൾ ഇതിന് ഒരു കംപ്ലൈൻറ്റും പറയേണ്ട യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ പല ഘട്ടങ്ങളിലും ഈ മില്ലുകാരുടെ സമ്മർദ്ദവും നെല്ല് സംഭരണത്തിൽ കാലതാമസം ഉണ്ടാകുമ്പോഴെല്ലാം ഈ റൈസ് മില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും ഏറ്റവും ഒടുവിലായിട്ടുള്ളതാണ് ചെങ്ങന്നൂർ റൈസ് പാർക്ക്. 5.18 ഏക്കർ വസ്തുവാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 66 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാനായിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം നിലച്ചിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും അഡ്വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ പോലുമില്ല. അവിടെ റൈസ് പാർക്ക് എന്നാണ് പറഞ്ഞത്. അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അടക്കം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സജ്ജീകരണമാണ് അവിടെ പ്ലാൻ ചെയ്തത്. അതുപോലും അട്ടിമറിക്കത്തക്ക രീതിയിൽ ഇദ്ദേഹം സൂചിപ്പിച്ചത് പോലെ ഇതിൻ്റെ പിന്നിലൊരു കോക്കസ് ഉണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് ആർജവമുണ്ടായിരുന്നുവെങ്കിൽ 24,000 ടൺ നെല്ല് സംഭരിക്കാനുള്ള ശേഷിയാണ് ചെങ്ങന്നൂരിലെ റൈസ് പാർക്കിന് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആകെപ്പാടെ കഴിഞ്ഞ സീസണിൽ ഉൽപ്പാദിപ്പിച്ചത് 5,80,000 ടണ്ണാണ്. 2 വർഷം കൂടിയിരിക്കുമ്പോഴെങ്കിലും ഒരു റൈസ് മില്ല് സ്ഥാപിച്ചാൽ ഞങ്ങളുടെ ഈ പ്രതിസന്ധിക്ക് അയവ് വന്നേനെ. ഈ സ്വകാര്യ മില്ലുകാരുടെ സമ്മർദ്ദത്തിനും അയവ് വന്നേനെ. ഞങ്ങൾക്ക് മാന്യമായിട്ട് ഞങ്ങളുടെ നെല്ല് വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉടലെടുത്തേനെ. പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് ഈ റൈസ് മില്ലിന്റെ പ്രോസസ്സിംഗ് യൂണിറ്റിന് വേണ്ടി പണിത കെട്ടിടമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ? ഇതിന്റെ ഒരു സാഹചര്യം ഇപ്പോൾ ഇതിനകത്തൊരു കാട് പോലെ എന്ന് പറയാം. അതെ, ഇപ്പോൾ കാട് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പിന്നെ ദീർഘകാലമായിട്ടുള്ള ഒരു കാലവിളംബം ഇതിന് സംഭവിച്ചിട്ടുണ്ട്. കാരണം
2018 വെള്ളപ്പൊക്കത്തിൽ ഈ മെഷീനറികളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് വരെ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നതെങ്കിൽ അതിനുശേഷം ഇതെല്ലാം പോയതിനു ശേഷം പിന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. 2018 വരെ മില്ല് പ്രവർത്തിച്ചിട്ടില്ല. ഇതിൻ്റെ ഈ പറയുന്ന യൂണിറ്റ് പിന്നെ പൂർണ്ണമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല. അതായത് 6 കോടിയുടെയാണോ എത്ര എമൗണ്ട് ആയിരുന്നു അന്നത്തെ പ്രോജക്റ്റിൽ വെച്ചിരുന്നത്? 6 കോടിയിൽ 2 കോടി അനുവദിച്ചിട്ടുണ്ടായി. അതിനാണ് ഈ പണികൾ നടത്തി കുറച്ച് മെഷീനറികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എത്ര കാലം ഇതിന്റെ ഒരു നിർമ്മാണം നടന്നു? ഏതാണ്ട് ഒരു 1.5-2 വർഷം എഴഞ്ഞാണ് നീങ്ങിയത്. ആ സമയത്താണ് നടന്നിട്ടുള്ളത്. ശരിക്കും കർഷകർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാകുന്ന ഒരു അതുപോലെ സംശയമുണ്ടോ? കർഷകർ ഞങ്ങൾ ഇതിന്റെ കൂടുതൽ ഗോഡൌൺ സ്പേസും ഒക്കെ ഉണ്ട്. എല്ലാ സംവിധാനത്തോടും കൂട്ടിയിട്ടാണ് ഇവിടെ. അതുകൊണ്ടാണ് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ് ഇതിങ്ങനെ ഇവിടെ പ്ലാൻ ചെയ്തത്. എൻ്റെ കൃഷ്ണൻ കണിയാമ്പറമ്പിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് അതങ്ങനെ ഈ യൂണിറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ഒരു കാര്യം ചെയ്തു. പക്ഷേ ഇവിടെ നടത്തിയാൽ വലിയൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ നെല്ല് മുഴുവനും ഇവിടെ സംഭരിക്കാനും അത് അരിയാക്കി വിപണിയിൽ എത്തിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. അത് പറഞ്ഞ് വേറൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് 2 സൗകര്യമാണ്. വണ്ടിക്കും വരാം, കുട്ടനാടൻ മേഖലയിൽ നിന്ന് വള്ളത്തിൽ ഇവിടെ സാധനം എത്തിക്കുന്നതിന് ഈ നെല്ല് ഇവിടെ കൊണ്ടുവന്ന് സംഭരിക്കാനായിട്ടുള്ള വലിയൊരു സൗകര്യം ഇവിടെ ഉണ്ട്. മറ്റുള്ള പ്രദേശത്തെ പോലെയല്ല, വണ്ടിക്കായിരിക്കും ഒരുപക്ഷെ എല്ലാ മില്ലുകളിലെയും ചരക്ക് എത്തുന്നത്. ഇവിടെ അതല്ല. ഇവിടെ നമുക്ക് ഈ പറയുന്ന ജലമാർഗവും കരമാർഗവും ഇവിടെ എത്തിക്കാൻ കഴിയും. ഞങ്ങളെപ്പോലുള്ള സാധാരണ കർഷകർക്ക് ഞങ്ങളുടെയൊക്കെ വള്ളത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് വളരെ ഒരു സഹായകരമായി. ഇപ്പോൾ ഈ പറയുന്ന ഇന്ന് 10-12 ദിവസമായ നെല്ലുകൾ കിടക്കുമ്പം ഈ മില്ലുണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അത് സർക്കാർ കാണുന്നില്ലെന്നുള്ളതാണ് വളരെ ഖേദകരം. ഇതിന് പരസ്യം കാണാം, ഗോഡൌൺ സൗകര്യം ലഭ്യമാണെന്ന്. ഇങ്ങനൊരു സൗകര്യം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് കർഷകർ ഈ പാടവരമ്പത്തും അവിടെ ഇവിടെയൊക്കെ ഈ നെല്ലിടേണ്ടി വരുന്നത്. അതും ഒരു കഷ്ടമാണ്. അതെ. പണ്ട് കാലത്ത് ധാരാളം കർഷകർ അവരുടെ നെല്ല് ഇവിടെ കൊണ്ട് സൂക്ഷിക്കുമായിരുന്നു. അനുവദിക്കുന്നില്ല. ഇന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഈ ഗോഡൌൺ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. അവരുടെ റേഷൻ അരി ഇവിടെയാണ് സംഭരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം കർഷകർക്ക് ഇതിനകത്ത് അനുവാദമില്ല. മുമ്പ് കർഷകർ ഇവിടെ സംഭരിച്ചിരുന്നു. അതിൽ തന്നെ തേക്കിന്റെ അറകളൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അല്ലെ? തടിയറകളുണ്ട്. 12ഓളം തേക്കിന്റെ അറകൾ ഇതിനകത്തുണ്ട്. വലിയ അറകൾ. അത് വിത്ത് സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. തടിയിൽ സൂക്ഷിക്കുന്ന അല്ലേ? തടിയിൽ സൂക്ഷിക്കുന്നത്. അതൊക്കെ ഇപ്പൊ കൂട്ടിയിട്ടിരിക്കുക, ഉപയോഗിക്കുന്നില്ല. ആരും ഇവിടെ വിത്ത് സംഭരിക്കുന്നില്ല. അതാണ്, ഉള്ള ഫെസിലിറ്റീസ് പോലും ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഗോഡൌൺ സൗകര്യം ലഭ്യമാണെന്ന് പറഞ്ഞ് കോൺടാക്ട് നമ്പർ ഒക്കെ ഇവിടെ പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇവിടെ കിടക്കുമ്പോഴും നമുക്കറിയാം കർഷകർ പാടവരമ്പത്തും വീടിന്റെ മുറ്റത്തും നനഞ്ഞ വെള്ളമുള്ള ഈർപ്പമുള്ള പാടത്തുമൊക്കെയാണ് ഇപ്പോഴും നെല്ല് സൂക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും സംഭരണത്തിന്റെ കാര്യങ്ങൾ തീരുമാനമാകുമെന്ന് പറയുമ്പോഴും വളരെ കുറച്ച് മില്ലുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അത് എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതും വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. സുശീല ഗോപാലൻ അമ്പലപ്പുഴ MLAയും സംസ്ഥാനത്തെ വ്യവസായ മന്ത്രിയുമായിരുന്ന കാലത്താണ് ഇത്തരത്തിലൊരു റൈസ് മില്ല് തകഴിയിൽ കർഷകർക്കായി കൊണ്ടുവരുന്നത്. എന്നാൽ മാറി മാറി വന്ന സർക്കാരുകൾ പിന്നെ അതിനെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല. 2018 പ്രളയം ചൂണ്ടിക്കാട്ടി ഇവിടെയുള്ള മറ്റു ഉപകരണങ്ങൾ കൂടി കടത്തിക്കൊണ്ടുപോയി. ഒടുവിൽ സ്വകാര്യ മില്ലുകൾക്ക് കീഴടങ്ങുന്ന രീതിയിൽ ഇതൊരു അസ്ഥിപഞ്ജരമായി ഇപ്പോഴും നിലകൊള്ളുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കെ ശബരിനാഥിനെ കളത്തിലിറക്കി തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ നിർണായക നീക്കവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡിന് നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയം. നഗരസഭയിലെ ആദ്യഘട്ട UDF സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിച്ചേക്കും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കവടിയാർ വാർഡിൽ KS ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനാണ് കോൺഗ്രസ് ക്യാമ്പ് തയ്യാറെടുക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഹൈക്കമാൻഡ് പ്രതിനിധിയുടെ നിരീക്ഷണത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം. മുൻ അരുവിക്കര MLAയും നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയുമായ ശബരിനാഥന് യുവ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് UDFിനു വേണ്ടി തെരഞ്ഞെടുപ്പ് സർവേ നടത്തിയ ഏജൻസികളുടെ കണ്ടെത്തൽ. ശബരിക്ക് പുറമെ യൂത്ത് കോൺഗ്രസിലെയും മഹിളാ കോൺഗ്രസിലെയും സ്വീകാര്യതയുള്ള മുഖങ്ങളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നഗരസഭയിലെ 101 വാർഡുകളിലൂടെയും K മുരളീധരൻ നയിക്കുന്ന പദയാത്രയ്ക്ക് അടുത്ത ദിവസം തുടക്കമാകും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചേക്കുമെന്നാണ് സൂചന. കേരളത്തിന്റെ ചുമതലയിലുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. 45 വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഘടകകക്ഷികളുമായി അടക്കം ധാരണയിലെത്തിയതായാണ് സൂചന. നിലവിലെ 10ൽ നിന്ന് സ്ഥിതി മെച്ചപ്പെടുത്താനായില്ലെങ്കിൽ
വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ തന്നെ വിവരങ്ങളുമായി ചേരുന്നു. എന്തായാലും തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ നിർണായക നീക്കമാണ് നടത്തുന്നത്. കെ എസ് ശബരിനാഥനെ തന്നെ കളത്തിലിറക്കി അടവ് നയം പ്രയോഗിക്കുകയാണ് കോൺഗ്രസ്. നാളെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചേക്കും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഹൈക്കമാൻഡ് നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. ഡാൻ കുര്യൻ തന്നെ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചുമതലയിലുള്ള നേതാവാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരാളെ കളത്തിലിറക്കുകയാണ് കോൺഗ്രസ്. നമുക്കറിയാം, നിലവിൽ 3ാം സ്ഥാനത്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ഉള്ളത്. അപ്പോൾ എന്തടവ് നയമാണ് കോൺഗ്രസ് പയറ്റുന്നത്? എന്താണ് ശബരിനാഥനെ ഇറക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം? അരുവിക്കര MLA-യും നിലവിൽ KPCCയുടെ ജനറൽ സെക്രട്ടറിയുമായ കെ എസ് ശബരിനാഥന് യുവ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിനാഥനെ നഗരസഭയിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള K മുരളീധരൻ, MM ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തൊട്ടടുത്തുള്ള, അതായത് കെ എസ് ശബരിനാഥന്റെ താമസ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള കവടിയാർ വാർഡിലായിരിക്കും ശബരിനാഥൻ മത്സരിക്കാൻ ഇറങ്ങിയ. സ്വന്തം വാർഡ് വനിതാ സംവരണ വാർഡ് ആയതിനാലാണ് കെ എസ് ശബരിനാഥന് കവടിയാറിൽ നിന്ന് മത്സരിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നത്. അതോടൊപ്പം മറ്റ് മഹിളാ കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും യുവമുഖങ്ങളും സ്വീകാര്യതയുള്ള യുവമുഖങ്ങൾ കൂടി ഈ മത്സരരംഗത്തേക്ക് വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. നാളെ 101 വാർഡുകളിലൂടെയും നഗരസഭയിലെ 101 വാർഡുകളിലൂടെയും K മുരളീധരൻ നയിക്കുന്ന ഒരു പദയാത്രയ്ക്ക് തുടക്കമാകുകയാണ്. തിരുമലയിൽ പ്രതിപക്ഷ നേതാവാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനു മുന്നോടിയായി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അതായത് UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനോടനുബന്ധിച്ച് ലീഗ്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷികളുമായും ചർച്ചകൾ പൂർത്തിയാക്കിയതായാണ് ലഭിക്കുന്ന സൂചന. ഞാൻ ഈ MLA സ്ഥാനാർത്ഥിയെ നിയമസഭയിലേക്ക് മത്സരിച്ച ആളാണ് ശബരി. അപ്പോൾ ആ ശബരി താഴെത്തട്ടിലേക്ക് ഇറങ്ങുന്നത് സൂചിപ്പിക്കുന്നത് ഓരോ പാർട്ടിക്ക് ഓരോ സീറ്റും അതീവ നിർണായകം എന്ന് തന്നെയല്ലേ? അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ, ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഫലം സ്വാധീനിക്കുമെന്നൊരു സാഹചര്യത്തിലാണ് അതിനെ വളരെ ഗൗരവത്തോടെ തന്നെ കാണാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായത്. മാത്രമല്ല BJPയും CPM-ഉം വലിയ തരത്തിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അതേ പ്രാധാന്യത്തോടെ തന്നെ, തുല്യ പ്രാധാന്യത്തോടെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അങ്ങനെയാണ് കെ ശബരിനാഥനെ തന്നെ കളത്തിലിറക്കണമെന്നൊരു പൊതു ആവശ്യം ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം മറ്റ് പല പേരുകളും വന്നിരുന്നു. പക്ഷേ നിയമസഭാ സീറ്റ് ലക്ഷ്യം വെച്ചിരിക്കുന്ന പല നേതാക്കളും ആ ഒരു കാരണം കൊണ്ട് തന്നെ പിൻവാങ്ങിയ പശ്ചാത്തലത്തിലാണ് ശബരിനാഥനെ തന്നെ മുന്നിൽ നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നു. ഡാൻ, നമുക്ക് വളരെ വ്യക്തമാണ്, ശബരിയെ തന്നെ ഇറക്കിയ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ അവിടെ ചിത്രം വ്യക്തമാണ്. BJP ഏറ്റവും പ്രതീക്ഷ വെക്കുന്നിടത്ത് പരമാവധി ശക്തിയുമായി മുന്നോട്ട് പോവുക എന്നത് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ ലക്ഷ്യം, അല്ലേ? അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല, തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ തവണത്തെ 10 സീറ്റിൽ നിന്ന് ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയായി UDFന് മാറും. അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതായിരിക്കില്ല. കോൺഗ്രസ് നേതൃത്വം അതിന് മറുപടി പറയേണ്ടി വരും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയും ശബരിനാഥനുമായി മുതിർന്ന നേതാക്കൾ തന്നെ സംസാരിച്ച് മത്സരിക്കാൻ തയ്യാറായിക്കോളൂ എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും സ്ഥാനാർത്ഥി നിർണയം കഴിയുന്നതോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. PM ശ്രീ വിവാദങ്ങൾക്ക് ശേഷം LDFന്റെ നേതൃയോഗം ഇന്ന് ചേരും. വൈകുന്നേരം 3:30 ചേരുന്ന നേതൃയോഗത്തിൽ സർക്കാർ സ്വീകരിച്ച ഒത്തുതീർപ്പ് നടപടികൾ ചർച്ചയാകും. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ധാരണാപത്രത്തിൽ ഒപ്പിടാൻ ഇടയായ സാഹചര്യവും CPM നേതൃത്വം മുന്നണി യോഗത്തിൽ വിശദീകരിച്ചേക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകും.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായിരുന്ന ബൈജു, രാധാകൃഷ്ണൻ തുടങ്ങിയവരെ വൈകാതെ ചോദ്യം ചെയ്യും. ഇവരുടെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കും. കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. സുധീഷിനെ വിശദമായ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവരെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ വ്യാപക ലഹരി ഉപയോഗത്തിനെതിരായ സ്ത്രീകൾ സമരരംഗത്ത് വരുന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണെന്ന് മാലാ പാർവതി. എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിക്കിടെ സംസാരിക്കുകയായിരുന്നു മാലാ പാർവതി. സ്ത്രീകൾ യുദ്ധരംഗത്തേക്ക്, സമരരംഗത്തേക്ക് വരുമ്പോൾ അതിന് പ്രത്യേകമായി ഒരു രാഷ്ട്രീയ നേട്ടമോ ലക്ഷ്യമോ ഒന്നുമല്ല. അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യത്തിലാണ് പലപ്പോഴും സ്ത്രീകൾ ഒരു കാര്യത്തിൽ ഇറങ്ങുന്നത്. ചരിത്രം നമ്മളെ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. 1913 സ്ത്രീകൾ എല്ലാവരും ഇതുപോലെ വലിയ ഒരു യുദ്ധത്തിന്, സമരത്തിന് മുന്നോട്ടിറങ്ങിയത് സ്ത്രീകൾക്ക് ഇലക്ഷന് വോട്ട് ചെയ്യണം, ഭരണത്തിൽ ആര് വരണമെന്ന് തീരുമാനിക്കണമെന്ന ആവശ്യത്തിലാണ്. അന്ന് ആൾക്കാരെല്ലാവരും സ്ത്രീകളെ നോക്കി കളിയാക്കി, ഹാസ്യമാക്കി, പുച്ഛിച്ചു. പക്ഷെ ഇന്ന് നമുക്കറിയാം 1913 നടന്ന ആ സമരം നമ്മളെ എവിടെ എത്തിച്ചു എന്ന്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട്, ഈ മാർച്ച് നടത്തിക്കൊണ്ട് കേരളത്തിന്റെ എന്നല്ല ഈ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ നിങ്ങൾ പിടിച്ചു വരുത്തിയിരിക്കുന്നത്. മലപ്പുറം കരുവാരക്കുണ്ടിലെ വണ്ടൂർ ഉപജില്ലാ കലോത്സവ വേദിയിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് കുറച്ച് റിപ്പോർട്ടർമാരായിരുന്നു. കരുവാരക്കുണ്ട്, കൊയ്ത്തക്കുണ്ട് GLPSലെ കിഡ്സ് റിപ്പോർട്ടർമാരാണ് ഈ മിടുക്കർ. അവരെന്ന് പരിചയപ്പെടാം. ഇവിടെ കളർഫുള്ളാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന വേദി ഒന്നിനു മുന്നിലാണ്. മലബാറിന്റെ മഞ്ചുള്ള കലാരൂപം ഒപ്പന മത്സരമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. തിരിഞ്ഞുനടന്ന വേദിയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് മലബാറിന്റെ ജനകീയ കലാരൂപം വേദിയിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. PK രുദ്ര, അഫിയ ഷെറിൻ, ആദിദേവ് ഗിരീഷ് കുമാർ. അവസാന ദിവസത്തെ പ്രധാന ആകർഷണമായ ഒപ്പന വേദികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ 3 പേരാണ്. വേദിയിൽ നിന്നിറങ്ങുന്ന മത്സരാർത്ഥികളുടെ പ്രതികരണമെടുത്തും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞും തത്സമയം തന്നെ വാർത്തയാക്കുകയാണ് ഈ മിടുക്കർ. ജയിക്കാൻ വേണ്ടി ചെന്ന കുട്ടികളോട് ഞങ്ങൾ ചോദിച്ചു എന്തൊക്കെയാണ് പേര്, എന്തെല്ലാം അവരുടെ സംഭവങ്ങളെല്ലാം ചോദിച്ചിട്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. വിദ്യാലയത്തിൽ അധ്യാപകനായ PK രഘുവാണ് ക്യാമറമാൻ. 5 പേരാണ് വിദ്യാലയത്തിലെ മാധ്യമ സംഘത്തിലുള്ളത്. ഇതിൽ 3 പേരുമായാണ് രഘു കലോത്സവ വേദിയിലെത്തിയത്. കുട്ടികളെ പഠനത്തോടൊപ്പം തന്നെ അവരുടെ എല്ലാവിധ കഴിവുകളും പരിശോധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട്. കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ വീഡിയോ സമ്പ്രദായം കിഡ്സ് റിപ്പോർട്ട് TV വളരെ സഹായിച്ചിട്ടുണ്ട്. ഇവർക്ക് സ്വന്തമായി യൂട്യൂബ് ചാനലില്ല. വാർത്തകൾ തയ്യാറാക്കി വിദ്യാലയത്തിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് പ്രചാരണം. വിവിധ ദിനാചരണങ്ങൾ, ആഘോഷങ്ങൾ, മത്സരങ്ങൾ തുടങ്ങിയവയ്ക്ക് കുട്ടികൾ റിപ്പോർട്ടർമാരായി ഇറങ്ങും. പഠനത്തോടൊപ്പം എല്ലാവിധ കഴിവുകളും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതിനെല്ലാം പൂർണ്ണ പിന്തുണ നൽകുകയാണ് അധ്യാപകർ. ന്യൂസ് 18 മലപ്പുറം. എന്തായാലും കിഡ്സ് റിപ്പോർട്ടർമാർ അടിപൊളിയാണ്. എല്ലാവിധ ആശംസകളും. മറ്റു വാർത്തയിലേക്ക്. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ ഇന്ന്. കന്നിക്കിരീടം തേടി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇന്ന് നേർക്കുനേർ വരും. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ 3 മണിക്കാണ് മത്സരം. 7 തവണ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. MJ മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഇന്ന് സൂപ്പർ സൺഡേ ആവട്ടെ ഇന്ത്യക്ക്. അത്തരത്തിൽ വിജയ കിരീടം അണിഞ്ഞാൽ അത് ചരിത്രമാകും. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ, ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനൽ ഇന്ന് നടക്കുകയാണ്. കന്നിക്കിരീടം തേടി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇന്ന് നേർക്കുനേർ വരും. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ 3 മണിക്കാണ് മത്സരം. 7 തവണ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്.
MG മിഥുനുണ്ട്. മിഥുൻ, വിജയ കിരീടം ചൂടട്ടെ ഇന്ത്യയുടെ പെൺപട, ആശംസകൾ അല്ലേ? ഭവ്യ, അങ്ങനെ തന്നെയാണ്. എന്തായാലും ഏവരും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ 3 മണിക്കാണ് മത്സരം ആരംഭിക്കുക. കലാശപ്പോരിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ടൂർണമെന്റ് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. 2 തവണ കപ്പ് നഷ്ടപ്പെടുത്തിയ ആ കളങ്കം തീർക്കാൻ വേണ്ടി തന്നെയാണ് ഹർമൻപ്രീത് സംഘവും ഇന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വരുന്നത്. ഈ കലാശപ്പോരിൽ ഈ 2 ടീമുകളും ഇതുവരെയും ലോകകപ്പ് നേടിയിട്ടില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ചാമ്പ്യനെ ഇന്ന് അറിയുകയും ചെയ്യാം. ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ കുറച്ച് കാണാൻ പറ്റുന്ന ഒരു ടീമല്ല, അങ്ങനെ എഴുതി തള്ളി കളയാൻ പറ്റുന്ന ഒരു ടീം കൂടി അല്ല എന്നുള്ളതാണ്. അവരുടെ ഈ ഒരു ടൂർണമെന്റിലെ അവരുടെ പ്രകടനം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. വളരെ വീരോചിതമായിട്ടുള്ള പ്രകടനമായിരുന്നു ദക്ഷിണാഫ്രിക്കൻ വനിതകൾ കാഴ്ചവെക്കുകയും അവരുടെ സെമിയിൽ അവർ വീരോചിത പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്താണ് അവർ കലാശപ്പോരിന് യോഗ്യത നേടുകയും ചെയ്തത്. അതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ സംഘത്തെ സംബന്ധിച്ച് ബാറ്റർമാർ സുസജ്ജരാണ്. എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. നല്ല ഫോമിൽ തന്നെയാണ് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരും ഒപ്പം തന്നെ മിഡിൽ ഓർഡറും വളരെ ശക്തമായി തന്നെ കളിക്കാൻ പ്രാപ്തരായിട്ടുള്ള അംഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യ ഈ ഒരു കലാശപ്പോരിനെ നോക്കിക്കാണുകയും ചെയ്തത്. പ്രത്യേകിച്ച് തുടക്കത്തിൽ തന്നെ, അതായത് സ്മൃതി മന്ദാനയുടെയും ഒപ്പം തന്നെ ഷഫാലി വർമ്മയുടെയും ഒരു തുടക്കം അത് വളരെ ഗംഭീരമായാൽ മധ്യനിരയിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും ഒപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിലെ സ്റ്റാർ കൂടിയായിട്ടുള്ള ജെമിമിറ റോഡ്രിഗസും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ പ്രാപ്തരായവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ടോട്ടൽ പടുത്തുയർത്താൻ സാധിച്ചാൽ അത് ഈ ഒരു കിരീടത്തിലേക്കുള്ള ഒരു ചൂടുവെപ്പ് തന്നെയായിരിക്കും. എന്തായാലും ഇന്ന് ടോസ് നിർണായകമായി തന്നെയാണ് ഏവരും കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടി പ്രവചിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മഴ ഈ ഒരു കലാശപ്പോരിൽ ഏത് തരത്തിൽ ബാധിക്കും? അതുകൊണ്ട് തന്നെ ടോസ് ഒരു നിർണായകമായി മാറുന്ന ഒരു മത്സരം. അതുകൊണ്ട് തന്നെ ആദ്യം ടോസ് ലഭിക്കുന്നവർ നിമിഷം കാത്തിരിക്കുകയാണ്. എന്തായാലും അത്തരത്തിൽ കന്നിക്കിരീടം ചൂടുകയാണെങ്കിൽ അത് ചരിത്രമാകുമല്ലേ? എന്തായാലും ചരിത്ര നിമിഷത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനൽ ഇന്ന് നടക്കുകയാണ്. ആ കന്നിക്കിരീടം ഇന്ത്യ ചൂടുന്നത് കാണാൻ, ഇന്ത്യയുടെ പെൺപടകൾ ചൂടുന്നത് കാണാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. 3 മണിക്കാണ് മത്സരം. നമുക്ക് എന്തായാലും ആ സമയത്ത് തിരിച്ച് വാർത്തകളിലേക്ക് വരാം. ഇന്നലെ 9 മണി വാർത്തയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ടെൻസ് കാണാം. അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.